അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാനം പ്രചോദയാത്. ശ്രീമദ്ദേവി ഭാഗവതം 7-ാം സ്കന്ധത്തിൽ നാം കാണുന്ന വളരെ പ്രാധാന്യത്തോടുകൂടി വർണ്ണിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ദേവീ ഗീത. ഹിമവാന്റെ സംശയങ്ങളെ തീർക്കുവാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ജഗദംബിക തന്നെ കൊടുക്കുന്നതായ ഉപദേശം അതിനെയാണ് ദേവീ ഗീത എന്ന് പറയുക. ജ്ഞാനം കൊണ്ടാണ് കൈവല്യം ഉണ്ടാവുക. കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്ന ശ്രുതിവാക്യം അനുസരിച്ച് കർമ്മത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ജീവിക്കുന്ന അത്രയും കാലം നമ്മൾ കർമ്മങ്ങളെ ചെയ്യണം. എന്നാൽ ജ്ഞാനവും ആവശ്യമാണ്. ജ്ഞാനം നേടണം, ജ്ഞാനം സമ്പാദിക്കണം. തസ്മാൽ സർവപ്രയത്നേന ജ്ഞാനം സമ്പാദയേന്നര. ഇത് രണ്ടും ഒരുമിച്ച് വേണ്ടതാണ്, ഒരുമിച്ച് നാം ആശ്രയിക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജ്ഞാനവും കർമ്മവും പൊരുത്തപ്പെടുന്നില്ല, അത് പൊരുത്തപ്പെടാൻ പ്രയാസമാണ്. എന്തിനാണ് ജ്ഞാനം നമ്മളിൽ പ്രകാശിക്കണം എന്ന് പറയുന്നത്? ഹൃദയഗ്രന്ഥിയെ ഭേദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കർമ്മങ്ങൾ ഹൃദയഗ്രന്ഥിയെ കൂടുതൽ ബലവത്താക്കുന്നതാണ്, കർമ്മവാസനകളെ സൃഷ്ടിക്കുന്നതാണ്. ഹൃദയഗ്രന്ഥി എന്ന് വിശേഷിപ്പിക്കുന്നത് അന്ധക്കരണ വൃത്തിയാണ്. അപ്പം പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് വിഷയങ്ങളെ ഒന്നിച്ച് എങ്ങനെ ചേർത്ത് കൊണ്ടുപോകും? അത് അസംഭാവ്യമല്ലേ. ഇരുട്ടും പ്രകാശവും എന്ന് പറയുന്നത് പോലെയാണ്. രണ്ടും ഒന്നിച്ച് ഒരിക്കലും ചേർന്നിരിക്കാൻ പറ്റില്ല. പ്രകാശമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ട് എന്ന് പറയുക, അന്ധകാരം. ഒരു മുറി ഇരുട്ടാണ്, ഇരുട്ടുമുറിയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വിളക്ക് തെളിയിച്ച് വെച്ചാൽ, ഒരു ദീപം തെളിച്ച് വെച്ചാൽ ഇരുട്ട് പോയി, അന്ധകാരം പോയി, അവിടെ പ്രകാശം പൂർണ്ണമായി. ഒരിക്കലും തമസും പ്രകാശവും ഒന്നിച്ചിരിക്കാത്തതുപോലെ തന്നെ ജ്ഞാനവും കർമ്മവും അത്തരത്തിലുള്ള ഒരു ബന്ധമാണല്ലോ. അപ്പോഴാണ് ഇവിടെ വേദവ്യാസ മഹർഷി പറയുന്നത്, തസ്മാൻ സർവാണി കർമാണി വൈദികാനി മഹാമതേ. വേദവ്യാസ മഹർഷി ജനമേജയന് കൊടുക്കുന്ന ഉപദേശം ഇത് മുൻപ് ആ ജഗദംബിക തന്നെ ഹിമവാന് കൊടുത്തതായ ഉപദേശമാണ്. അതാണ് ദേവീ ഗീത. അപ്പോൾ വേദോക്തമായ കർമ്മങ്ങളൊക്കെ നമ്മൾ ഏത് ഘട്ടം വരെ ചെയ്യണം? ചിത്തശുദ്ധി ഉണ്ടാവുന്നത് വരെ മാത്രം അനുഷ്ഠിച്ചാൽ മതി. ശമം ദമം തിദിക്ഷാച വൈരാഗ്യം സത്വസംഭവ താവൽ പര്യന്തമേ വസ്തു കർമാണി തത്വഫലം. ശമം ദമം തിദിക്ഷ സത്വബുദ്ധി ഇതൊക്കെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിൻ്റെ ആവശ്യമില്ല. അത് ഉറച്ചു കഴിഞ്ഞ ഒരുവനാണ് സന്യാസത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ സന്യാസം സ്വീകരിക്കാൻ ഒരു പാകത ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, വേഷം കൊണ്ട് നമുക്കൊരു സന്യാസിയാവാം. രുദ്രാക്ഷം ധരിക്കുകയോ കാവ്യവസ്ത്രം ധരിക്കുകയോ തലമുണ്ടനം ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ, പക്ഷെ ഒരിക്കലും അങ്ങനെ പുറമേക്ക് വേഷം മാറിയത് കൊണ്ട് ഒരാളും സന്യാസിയാവുന്നില്ല. ഈ ശമതമങ്ങളും തിദിക്ഷയും സത്വബുദ്ധിയും ഒക്കെ ഉറച്ചു കഴിഞ്ഞാലേ ഒരുവന് സന്യാസം സ്വീകരിക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ സന്യാസം സ്വീകരിച്ചില്ലെങ്കിലും കർമ്മങ്ങളെ ത്യജിച്ച് ജ്ഞാനത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ ഊന്നേണ്ട ഒരു കാലമായ, അതിനാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നു, ഉപനിഷത്തുകൾ പഠിക്കുന്നു. പുരാണങ്ങളുടെയും ഒരു ഉദ്ദേശം അത് തന്നെയാണ്. അത് കഥാരൂപത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ ബുദ്ധിയിൽ ഈ വിഷയങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് കഥകളിൽ കൂടിയിട്ട് അത് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നാം വേദാന്ത വിഷയങ്ങളെ അഭ്യസിച്ചതായ ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ട് കളങ്കമില്ലാത്ത ഭക്തിയോടുകൂടി
അലസത കൂടാതെ വേദാന്ത ശ്രവണം ചെയ്യണം. അതിനുവേണ്ടി ശ്രുതിവാക്യങ്ങൾ, ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള പല ഉപനിഷത്ത് വാക്യങ്ങളുമുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമാണ് തത്വമസി. തത്വമസി എന്ന ആ ഒരു വാക്യം, അതിൻ്റെ സാമാന്യമായ അർത്ഥം എടുക്കുമ്പോൾ നമുക്കറിയാം, ഏതൊന്നിനെയാണോ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് നീ തന്നെയാകുന്നു എന്ന് ഗുരു ശിഷ്യനോട് പറയുകയാണ്. ഇപ്പം ഈശ്വരനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് എങ്കിൽ നീ അന്വേഷിക്കുന്ന ഈശ്വരൻ നീ തന്നെയാണെങ്കിൽ നിന്നിൽ തന്നെയാണ്. ഇപ്പം തത്വമസി എന്ന വാക്യം കൊണ്ട് ജീവബ്രഹ്മ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈശ്വരനും ജീവനും തമ്മിൽ ഐക്യം വന്നു കഴിഞ്ഞാൽ ഭയം ഇല്ലാതെയാവും. ഐക്യേ ജാതേ നിർഭയസ്തു മദ്രൂപോഹി പ്രജായതേ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. അപ്പൊ എന്താണ് ഈ തത്വമസി വാക്യത്തിൻ്റെ ശരിയായൊരു താല്പര്യം? അതിനെ ഇവിടെ ഏതാനും വരികളിൽ കൂടിയിട്ട് സൂചിപ്പിക്കുകയാണ് ആ ദേവി തന്നെ. ത്വംപദസ്യ തത്പദസ്യ ച വാക്യാർത്ഥോ ഗിരേഹം പരികീർത്തിത ത്വംപദസ്യ ച വാച്യാർത്ഥോ ജീവ ഏവ ന സംശയ ഉഭയോ ഐക്യം അസിനാപദേന പ്രോച്യതേ ബുധൈ. തത്വമസി വാക്യത്തിലെ ആദ്യത്തെ പദം തത്ത് എന്നാണ്, തത് ശബ്ദമാണ്. അത് ഞാൻ തന്നെയാണ്. ദേവിയാണ് ഉപദേശിക്കുന്നത്, ഹിമവാനോടാണ് ഉപദേശിക്കുന്നത്. അത് ആ ജഗദംബിക പറയുന്നു, തത് ശബ്ദം കൊണ്ട് ഞാൻ തന്നെയാണ്, അതായത് ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ്. ത്വം എന്ന പദം കൊണ്ട് അത് ജീവനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പദമാണ് അസി. അസി ശബ്ദം കൊണ്ട് രണ്ടിൻ്റെയും അഭേദം അഥവാ ഐക്യമാണ്. ഈശ്വരനും ജീവനും ഒന്നു തന്നെയാണ്. അപ്പൊ ജീവനും ഈശ്വരനും അഭേദം ആണ് ഉള്ളത്. പക്ഷേ എങ്ങനെയാണത് ശരിയാവുക? അല്ലെങ്കിൽ ആ പ്രസ്താവന നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈശ്വരനും ജീവനും ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ജീവൻ അല്പജ്ഞനാണ്, പരിച്ഛിന്നനാണ്, നമുക്ക് പരിമിതികളുണ്ട്. ജീവസ്വരൂപികളായിട്ടുള്ള നമുക്ക് പലതും അസാധ്യമാണ്, എല്ലാം ഒന്നും സാധ്യമല്ല. നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അപ്പോൾ അങ്ങനെ അല്പജ്ഞനായ പരിച്ഛിന്നനായ ജീവൻ, ഈശ്വരൻ അങ്ങനെയല്ല, അപരിച്ഛിന്നനാണ്, സർവജ്ഞനാണ്. അപ്പോൾ ഇവിടെ ഈ ജീവ ഈശ്വര ഐക്യം അത് അനുഭവമാവാൻ എന്തു വേണം? തത്വവിചാരം ചെയ്ത് ക്രമേണ നമുക്ക് അത് ബോധ്യപ്പെടേണ്ട, അനുഭവമാവേണ്ട ഒന്നാണ്. ആദ്യം തന്നെ ഈ ശരീരം എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ചേർന്നതാണ് ഈ ദേഹം. ആ ദേഹത്തിൽ പ്രവർത്തിക്കുന്നതായ ജീവൻ, അതിനോടുകൂടി ജീവൻ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അജ്ഞാനം, ഒരു അവിദ്യ ഒപ്പം ഉണ്ട്. നമ്മളോടുകൂടി, ജീവനോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ശരീരം, അതുപോലെ തന്നെ അജ്ഞാനം, അന്ധക്കരണം, ഈ ഉപാധികളെല്ലാം ഇല്ലാതെയായി കഴിഞ്ഞാൽ എന്താവുന്നു? അപ്പോഴാണ് ഈശ്വര സ്വരൂപികളാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് ജീവൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത്. തൽക്കാലം നമ്മൾ ഒരു ഉപാധിയിലാണ്. പെട്ടെന്ന് ഉദാഹരണം മനസ്സിലാവാൻ പാകത്തിന് പറയുന്നത്, ഒരു വലിയ ജലാശയം അല്ലെങ്കിൽ ഒരു സമുദ്രം എന്ന് എടുക്കുക. ആ സമുദ്രത്തിൽ നമ്മൾ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് അതിൽ അങ്ങോട്ട് താഴ്ത്തിയിടുക. അപ്പം എന്താവുന്നു? സമുദ്രജലം ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് അതും ഇങ്ങനെ ആ പാത്രത്തിലെ ജലമായിട്ട് വേറെ നിൽക്കും. പക്ഷേ അത് സമുദ്രത്തിലാണ്, അതിൻ്റെ ഉള്ളിലും സമുദ്രജലമാണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ കാരണം? ഈ പാത്രത്തിലെ ജലത്തിൽ ഒരു പരിമിതിയുണ്ട്.
അതിൻ്റെ ഉള്ളിൽ, ആ ചെറിയ പാത്രത്തിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അളവേ ഉള്ളൂ. പക്ഷേ ജലം ഒന്ന് തന്നെയാണ്, സമുദ്രത്തിലെ ജലം തന്നെയാണ്, ഉപ്പുവെള്ളം തന്നെയാണ്. പക്ഷേ ഈ പാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട്, പാത്രം ഉള്ളതുകൊണ്ട് അത് വേറെയാണ് എന്ന ഒരു വ്യത്യാസം, ഒരു തോന്നലുണ്ട്. ഇത് മാറാൻ എന്തേ ഉള്ളൂ വഴി? ഇതിപ്പോൾ പാത്രം മൺപാത്രമാണെങ്കിൽ അതങ്ങോട്ട് ഉടച്ചു കളഞ്ഞാൽ, അതങ്ങോട്ട് ഇല്ലാതെയാക്കിയാൽ സമുദ്രത്തിലെ ജലവുമായിട്ട് ഈ പാത്രത്തിലെ ജലം ഐക്യമാവും, ഒന്നായി ചേരും. ഏകദേശം അങ്ങനെയൊക്കെയാണ് അതിനെ ഉദാഹരിക്കുക. അപ്പോൾ ഈ ബ്രഹ്മം എന്നത്, ഈശ്വരൻ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ബ്രഹ്മം അഥവാ ആ ശക്തി, അത് ജനിക്കുന്നില്ല. നജായതേ പ്രിയതേ തത്കദാചിൽ നായം ഭൂത്വാ ഭൂവകശിൽ. അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല. അതിന് ഷഡ്ഭാവങ്ങളൊന്നും തന്നെ ഇല്ല, ഒന്നും ബാധിക്കുന്നില്ല. അതാണ് അണുവിനേക്കാൾ അണുവാണ്, മഹത്തിനേക്കാൾ മഹതാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസിജന്തോ നിഹിതോ ഗുഹായ. മഹത്തായതിനേക്കാൾ മഹത്താണ്. സകല ജീവജാലങ്ങളുടെയും സകല പ്രാണികളുടെയും ഉള്ളിൽ അത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആത്മ അനുഭവം എന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിനെ അറിയാൻ കഴിഞ്ഞാൽ, നമുക്ക് അത് അനുഭവമായി കഴിഞ്ഞാൽ ജ്ഞാനം പൂർണ്ണമാകുന്നു. അതിന് വീണ്ടും ഇവിടെ ഒന്നുകൂടി നമുക്ക് ആ വിഷയത്തെ വ്യക്തമാക്കി തരികയാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിന്തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ഈ ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക? വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്. നമ്മൾ ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോഴും അതിനെ നമ്മൾ പഠിക്കുമ്പോഴും ഒരു ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വളരെ നമുക്ക് സുപരിചിതമാണ് ആ ചിത്രം. ഒരു തേര്, അതിലെ തേരിൻ്റെ ഉള്ളിലിരിക്കുന്നതായ അർജുനൻ, അതിൻ്റെ സാരഥിയായിട്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണൻ ഈ കുതിരകളുടെ കടിഞ്ഞാണിനെ തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. വളരെ പ്രചാരത്തിലുള്ള, നമുക്കൊക്കെ കണ്ടുപരിചയമുള്ള ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയുക. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിന്തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണ. ഈ ചിത്രം നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം, ആ യുദ്ധക്കളത്തിൽ കൗരവ പാണ്ഡവ സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന തേരും, അതിലിരിക്കുന്ന അർജുനനും, ആ അർജുനന് ഉപദേശം കൊടുക്കുന്ന കൃഷ്ണനും എന്നൊക്കെയാണ് നമുക്ക് തോന്നുക. എങ്കിലും അതൊരു എന്താണ്, ഒരു നമ്മളെ ഒരു വിഷയം ബോധിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ചിത്രം മാത്രമാണ്. ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ തേര് എന്ന് പറയുന്നത് എന്താണ്? ശരീരമാണ്. നമ്മളുടെ ശരീരം, ഈ ശരീരത്തിനെ ഒരു തേരായിട്ട് എടുക്കുക. ഇനി ശരീരം തേരാണെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന യാത്രികൻ ആരാണ്? അതിൻ്റെ ഉടമസ്ഥൻ, അത് ജീവനാണ്. ഇനി ശരീരമുണ്ട്, ജീവനുണ്ട്. ഇനി കുതിരകൾ, അത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയാണി ഹയാനാഹു മനഃ പ്രഗ്രഹമേവച. തേരിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കുതിരകളാണ്, അതിവിടെ ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ടാണ് നമ്മൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. കുതിരകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കടിഞ്ഞാണ്, അതിൻ്റെ കഴുത്തിൽ നിന്നും ഒക്കെ ബന്ധിച്ചിരിക്കുന്നതായ ഒരു ചരട്, ഒരു കയറ് ആണ്, അതാണ് കടിഞ്ഞാൻ. അതിനെ മനസ്സായിട്ട് പറഞ്ഞു. അപ്പോൾ ശരീരം, അതിൽ ജീവൻ, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സുണ്ട്, പല വിഷയങ്ങളെയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സാരഥി ആരാണ്? ബുദ്ധിന്തു സാരഥിം വിദ്ധി. ബുദ്ധിയെയാണ് സാരഥിയായിട്ട് കണക്കാക്കേണ്ടതെന്ന്. നമുക്ക് ശരീരത്തിൽ ജീവനുണ്ടെങ്കിലും
ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുമെങ്കിലും ബുദ്ധി പ്രവർത്തിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ബോധക്ഷയം സംഭവിച്ചു, ഒരാള് തളർന്നു വീണു, തല കറങ്ങി വീണു, ബോധക്ഷയം വന്നു, അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അയാൾക്ക് ശരീരമില്ലേ? ഉവ്വ. തൊട്ടു നോക്കൂ, ഹൃദയം ഇടിക്കുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യണുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവനുണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, ശരീരത്തിൽ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ പറ്റുക? നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മളെ കാണുന്നില്ല, പുറമേ നടക്കുന്നതൊന്നും അറിയുന്നില്ല. അതിന് കാരണം എന്താണ്? ബുദ്ധി പ്രവർത്തിക്കുന്നില്ല ആ സമയത്ത്. ബോധക്ഷയം, ബുദ്ധിയുടെ പ്രവർത്തനം കുറച്ചു സമയത്തേക്ക് ഇല്ലാതെയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബുദ്ധിയാണ് നമ്മളെ എല്ലാറ്റിനും പ്രേരിപ്പിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഇനി ഈ കുതിരകൾ, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് അവയ്ക്ക് മുൻപോട്ടുള്ള വഴി ഈ വിഷയങ്ങളാണ് അതിൻ്റെ മുന്നിൽ. കണ്ണിന് കാണണം, കാതുകൾക്ക് കേൾക്കണം, നാവിന് രുചികൾ അറിയണം. ഇതിൻ്റെ പിന്നാലെ, വിഷയങ്ങളുടെ പിന്നാലെയാണ് ഇന്ദ്രിയങ്ങൾ പോവുക. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വേറെ വേറെ വിഷയങ്ങളാണ്, അല്ലാതെ എല്ലാറ്റിനും കൂടി ഒരേ വിഷയം പറ്റില്ല. അപ്പം കണ്ണിനും കാതിനും മൂക്കിനും നാക്കിനും ത്വക്കിനും വേറെ വേറെ വിഷയങ്ങളാണ് വേണ്ടത്. അപ്പം നമ്മളുടെ മനസ്സ് നിയന്ത്രണമില്ലാതെയാണെങ്കിൽ, കടിഞ്ഞാണില്ലാതെയാണെങ്കിലോ എന്താ സംഭവിക്കുക? ഈ ഇന്ദ്രിയങ്ങൾ തോന്നിയതുപോലെ പ്രവർത്തിക്കും. അപ്പം എപ്പോഴും നിയന്ത്രിക്കാൻ ഒരാളുണ്ടാവണം. ഈ മുൻപൊക്കെ കാണാം, നമ്മുടെ വീടുകളിൽ കുറച്ച് മുതിർന്ന ഒരാൾ, ചിലപ്പോൾ അയാൾ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ അയാളുടെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം കൊണ്ട് കുറച്ച് ഗൗരവം, ദേഷ്യമുള്ള ആളാണെന്ന് തോന്നും. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയമാണ് ഈ മുതിർന്ന ആളെ. മുത്തശ്ശനാവാം, അച്ഛനാവാം, അങ്ങനെ ഗൃഹനാഥനായിട്ട്, കുടുംബനാഥനായിട്ടുള്ള ആളെ ചെറിയ കുട്ടികൾക്കും മറ്റു മുതിർന്നവർക്കും ഒക്കെ ഒരു ഭയം, ഒരു ഭക്തി അവരെ അനുസരിക്കും പറഞ്ഞാൽ. അത് ആവശ്യമാണ്. എന്തിനാണ്? അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാവില്ല. ഇപ്പോൾ അധ്യാപകൻ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും, 10, 40, 50 കുട്ടികൾ. അവർ ക്ലാസ്സിൽ വന്നിരുന്നാൽ വർത്തമാനം തുടങ്ങുകയായി, പല കളികളും തുടങ്ങുകയായി. പക്ഷേ അധ്യാപകൻ അങ്ങോട്ട് കടന്നു വന്നാൽ ഉടനെ നിശബ്ദമാവും, എല്ലാ കുട്ടികളും നിശബ്ദമാവും. എന്തുകൊണ്ടാണ്? ഒരു ഭയഭക്തി ബഹുമാനം ഉള്ളത് കൊണ്ടാണ്. ഇനി അഥവാ എന്തെങ്കിലും വികൃതി കാണിക്കണവരെ ഈ അധ്യാപകൻ ശാസിക്കും. അപ്പോൾ ഒരു നിയന്ത്രണം ആവശ്യമാണ്. നിയന്ത്രണം ഇല്ലാതെ ആയാലോ? അധ്യാപകൻ ആ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയാൽ എന്തായി? കുട്ടികൾ വീണ്ടും പഴയ പോലെയാവും. ഇതേപോലെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ, നിയന്ത്രണ വിധേയമല്ല എങ്കിൽ അത് തോന്നിയതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാവാതെ, മനോനിയന്ത്രണമില്ലാതെ ജീവിക്കുന്ന ഒരുവന് ഈ ജ്ഞാനം നേടാൻ കഴിയില്ല, ഈശ്വരപദത്തെ പ്രാപിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ ഈ ശരീരം വിട്ടുപോയാലും വീണ്ടും വേറൊരു ശരീരം സ്വീകരിക്കും. അങ്ങനെ വീണ്ടും ജനിച്ചും ജീവിച്ചും മരിച്ചും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥയ്ക്കാണ് ഈ സംസാര ചക്രം എന്ന് പറയുക. അപ്പം അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് ജ്ഞാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് എന്തു വേണമെന്ന് പറഞ്ഞു? ശ്രവണം, യുദ്ധം, ശ്രുത്യാച മത്യാച നിശ്ചിത്യ ആത്മാനമാത്മന. ശ്രവണം കൊണ്ടും മനനം കൊണ്ടും ആത്മതത്വത്തെ ഉറപ്പിച്ച് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ചിത്തത്തെ ഏകാഗ്രമാക്കിയിട്ട് ഭജിക്കണം എന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് ഹിമവാൻ ചോദിക്കുന്നത്. യോഗംവദ മഹേശാനി സാംഗം സംബിൽ പ്രദായകം കൃതേന ഏന യോഗ്യോഹം ഭവേയം തത്വദർശനേ. യോഗമാർഗത്തെ ഉപദേശിച്ചു തന്നാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ യോഗം എന്നാൽ ഇവിടെ അഷ്ടാംഗ യോഗത്തെയാണ്. യോഗത്തിന് വിഘ്നമുണ്ടാക്കുന്ന 6 കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? കാമം, ക്രോധവും ലോഭമോഹവും മതമാത്സര്യ സംജ്ഞകവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം,
മത്സരം. ഇതാണ് വിഘ്നങ്ങൾ. അപ്പോൾ യോഗം എന്ന ആ വിഷയത്തെ 8 അംഗങ്ങളോട് കൂടിയിട്ടാണ് ഇനി പറയാൻ പോണത്. അതുകൊണ്ടാണ് അതിനെ അഷ്ടാംഗ യോഗം എന്ന് പറയുക. അതേതൊക്കെയാണ്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് യോഗാനുഷ്ഠാനത്തിൻ്റെ 8 അംഗങ്ങൾ. ഇനി അതിനെ ഏതൊക്കെയാണെന്ന് പറയുന്നു. അഹിംസാ സത്യമസ്തേയം, ബ്രഹ്മചര്യം ദയാർജനം, ക്ഷമ, ധൃതിർമതി, മിതാഹാര, ശൗചം ചേതി, യമാദശ. ആദ്യം തന്നെ യമം. അതിൽ 10 ഘടകങ്ങളാണുള്ളത്. അഹിംസ, സത്യം, അസ്ഥേയം, ബ്രഹ്മചര്യം, ദയ, ആർജവം, ക്ഷമ, ധൃതി, മിതാഹാരം, ശൗചം. ഇതൊക്കെയാണ് യമം. ആരെയും ദ്രോഹിക്കാതിരിക്കുക, നമ്മളുടെ വാക്കോ പ്രവൃത്തിയോ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കരുത്, സത്യം പറയുക, മോഷ്ടിക്കാതിരിക്കുക, മറ്റൊരാളുടേതിനെ അപഹരിക്കാതിരിക്കുക, മനസ്സുകൊണ്ട് പോലും വേറൊരാളുടേത് വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക, ബ്രഹ്മചര്യം ശീലിക്കുക, ധൂതദയോടുകൂടി മറ്റുള്ളവരോട് കാരുണ്യമുള്ളവരായിരിക്കുക, ദയോടുകൂടി വർത്തിക്കുക, ആർജവം, ഋജുബുദ്ധി, തുറന്ന സമീപനം, മറവില്ലാതെ ഒളിച്ചു വയ്ക്കാതെ, തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു, നമുക്ക് അബദ്ധം പറ്റി, തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് സമ്മതിക്കുന്നത് ആർജവമാണ്. അവ നേരായിട്ട് കാര്യങ്ങളെ പറയുകയും ചെയ്യുകയും വേണം. ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങളെ സമീപിക്കുക, ചെയ്യുക. അതുപോലെ തന്നെ നാവിനെ ജയിക്കുക, കാമത്തിനെ ജയിക്കുക. ജിഹ്വോപസ്ഥജയോ ധൃതി. നാവിനെ ജയിക്കാനാണ് ഏറ്റവും പ്രയാസം. ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയാണ് നാവ്. ഭാഗവതത്തിൽ പറയാനുണ്ട്, ദത്താത്രേയ ഗീതയിൽ. യദു മഹാരാജാവിന് ദത്താത്രേയ യോഗീശ്വരന് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, നാവിനെ ജയിച്ചാൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച ഫലമായി എന്നാണ്. അത്ര അപകടകാരിയാണ് നാവ്. കാരണം ശരീരത്തിൽ ഈ അസ്ഥിയില്ലാത്ത, എല്ലില്ലാത്ത ഒരേ ഒരു ഉപകരണം നാവാണ്. അതുതന്നെയാണ് അതിൻ്റെ അപകടം. നമ്മുടെ നാവാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. മിതാഹാരം, ശൗചം, ശരീരത്തിൻ്റെ ശുദ്ധി, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശുദ്ധി. ഇതൊക്കെയാണ് യമം. അടുത്തത് നിയമം. എന്നാൽ എന്തൊക്കെയാണ്? തപസ്, സന്തോഷം, ആസ്തിക്യം, ദാനം, ദേവപൂജ, സിദ്ധാന്തശ്രവണം, ഹ്രീ, മതി, ജപം, ഹോമം. ഇതൊക്കെ നിയമം എന്നറിയപ്പെടുന്ന ചിത്തത്തിൻ്റെ ഏകാഗ്രത, വന്നു ചേരുന്നതിൽ തുഷ്ടി ഉണ്ടാവുക, ഈശ്വരബുദ്ധി, ഈശ്വരവിശ്വാസം ഉണ്ടാവുക. ദാനം, അവനവൻ പ്രയത്നം ചെയ്ത് കിട്ടുന്നതിൽ നിന്നും ഒരു പങ്ക് ദാനത്തിനുള്ളതാണ്. ഇത് ഏത് മതഗ്രന്ഥങ്ങൾ നോക്കിയാലും കാണാം. അവരൊക്കെ തന്നെ ദാനത്തിൻ്റെ മാഹാത്മ്യത്തെ വളരെയധികം പ്രകീർത്തിക്കുന്നുണ്ട്. എല്ലായിടത്തും അത് പറയുന്നുണ്ട്. നമ്മളും ദാനം ചെയ്യുന്നവരാണ്. വസ്ത്രം ദാനം ചെയ്യാറുണ്ട്, അന്നം ദാനം ചെയ്യാറുണ്ട്, ഭൂമി ദാനം ചെയ്യാറുണ്ട്. അപ്പോൾ ദാനം വളരെ പ്രസിദ്ധമാണ്, വളരെ മഹത്വമുള്ള ഒന്നാണ്. ദേവപൂജയെ ചെയ്യുക, സിദ്ധാന്ത ശ്രവണം ചെയ്യുക. അതിനാണ് നമ്മൾ ഈ ഇതിഹാസ പുരാണങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളും കേൾക്കുന്നത്, അത് മനനം ചെയ്യുന്നത്. സിദ്ധാന്ത ശ്രവണം. പിന്നെ മന്ത്രജപം, നാമജപം തുടങ്ങിയിട്ടുള്ളത് ശീലിക്കുക. ഇതൊക്കെ തന്നെ നിയമമാണ്. മൂന്നാമത്തെ അംഗമാണ് ആസനം. അതിൽ പെടുന്നത് പദ്മാസനം, സ്വസ്തികാസനം, ഭദ്രാസനം, വജ്രാസനം, വീരാസനം. ആസന പഞ്ചകം എന്നാണ് അറിയപ്പെടുക. അതായത് 2 പാദങ്ങളും തുടയ്ക്കുമേൽ കയറ്റി വെച്ച് കൈകൾ വിപരീത ക്രമമാക്കി കാലിലെ പെരുവിരൽ 2ഉം പിടിച്ചുകൊണ്ടിരിക്കുന്നത് പദ്മാസനം. പിന്നെ ഓരോന്നിനും നിയമമുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ 2 കാലും വിപരീതമാക്കി മടക്കി തുടയുടെ മുകളിൽ കയറ്റി വെച്ചാൽ പിന്നെ നിവർത്താൻ വേറെ ആൾക്കാർ വേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് തൽക്കാലം ആ സാഹസത്തിന് പറ്റില്ല. അതങ്ങനെ ഇരുന്ന് ശീലിച്ചവർക്ക് എളുപ്പമാണ്. എത്രയോ സമയം ഇരുന്നാലും ക്ലേശം ഉണ്ടാവില്ല. ശീലമില്ല എങ്കിൽ പിന്നെ ആ പണിക്കൊന്നും നിൽക്കണ്ട, അല്ലാതെയുള്ള വഴി ആലോചിക്കാം.
എന്തായാലും അതിന് ചില ഗുണങ്ങളുണ്ട്, അത് സംശയമില്ല. നമ്മൾ ഇരുന്ന് ഈ ചമ്രം പടിഞ്ഞൊക്കെ ഇരുന്ന് നമ്മൾ ജപം ചെയ്തിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നതും പണ്ട് അങ്ങനെയാണ്. ഇന്നും നമ്മൾ പരിഷ്കാരം വന്ന് അതിൻ്റെ രീതിയൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ വടക്ക് ദിക്കുകളിലേക്ക് പോയാൽ കാണാം, കടകളിലൊക്കെ ചെന്ന് കയറി നോക്കൂ, തുണിക്കടയാണെങ്കിലും ഏത് കടയാണെങ്കിലും അവിടെ അവർ നമ്മളെ വിളിച്ചിരുത്തുന്നത്, ഇരിക്കാനായിട്ടൊരു ഇരിപ്പിടം തരുന്നത് നിലത്താണ്. ഒരു തടുക്ക് വിരിച്ചിട്ടുണ്ടാവും, അവിടേക്ക് ഇരുത്തും. അവരും അതുപോലെ തന്നെയാണ്, ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് കച്ചവടമൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് അവിടെ. അങ്ങനെ ഇരുന്ന് അവർ രാവിലെ മുതൽ രാത്രി വരെ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ആ ബിസിനസ് ചെയ്യണത്. ഒരു പ്രയാസമില്ല. അപ്പം ഇത് ഇരുന്ന് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല, നല്ലത് തന്നെയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന്. അപ്പോൾ ഏതെങ്കിലും ഒരു യോഗമാർഗത്തെ സ്വീകരിച്ച് ഇരുന്നിട്ട് വേണം അടുത്ത നാലാമത്തേതായ പ്രാണായാമം എന്നാണ്. പ്രാണായാമത്തിനും ചില നിബന്ധനകളുണ്ട്. അതിൻ്റെ ക്രമം പൂരകം ചെയ്യുക, ഉള്ളിലേക്ക് പ്രാണനെ വായുവിനെ വലിച്ചെടുത്ത് ഉള്ളിൽ കുംഭകം ചെയ്യുക, എന്നിട്ട് അതിനെ സാവധാനം വിട്ടയക്കുക. അത് അനുലോമം, വിലോമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുണ്ട് പ്രാണായാമങ്ങൾ. അപ്പോൾ പ്രാണായാമം ഗുരുവിൽ നിന്നും ഉപദേശമായി സ്വീകരിച്ച് മനസ്സിലാക്കി ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായിട്ടുള്ളതാണ് പ്രത്യാഹാരം എന്ന് പറഞ്ഞു. എന്താണ് പ്രത്യാഹാരം? വിഷയങ്ങളിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശ്രദ്ധ ഓരോ വിഷയങ്ങളിലാണ്. കണ്ണ് കാഴ്ചയുടെ പിന്നാലെ പോകും, കാത് ശബ്ദത്തിൻ്റെ പിന്നാലെ പോകും. ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കുക എന്ന് പറയേണ്ടത് അത്ര എളുപ്പമല്ല. കണ്ണ് നമുക്ക് വേണമെങ്കിൽ കാണണ്ട എന്ന് കരുതാൻ പറ്റും, വിചാരിച്ചാൽ മതി, കണ്ണടച്ചാൽ മതി. കേൾക്കണ്ട എന്ന് കാതുകൾ അടച്ചു പിടിച്ചാൽ ഒരു പരിധിവരെ ശബ്ദം ഉള്ളിൽ കയറില്ല. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുമായ ഇന്ദ്രിയങ്ങളുണ്ട്. ഇപ്പം മൂക്കിൽ കൂടിയിട്ട് ഒരു ഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് കടന്നാൽ അത് മനസ്സിനെ ചലിപ്പിക്കും. പരിധി കൂടുതൽ നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിക്കുക വിഷയങ്ങളെ. ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് അതിനെ ഉള്ളിലേക്ക് തിരിച്ചു നിർത്തുക എന്നാണ്. പുറമേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ആന്തരികമാക്കി വെക്കുക, അല്ലെങ്കിൽ അതിൽ വേറെ വിഷയ വിചാരം ചെയ്യാതിരിക്കാൻ പാകത്തിന് അതിനെ നിയന്ത്രിക്കുക. തുടർന്ന് ധാരണ അടുത്തതായിട്ട് പറഞ്ഞു. ഹൃൽ ഗ്രീവകണ്ഠ ദേശേഷു ലംബികായാം തതോ നസി. പ്രാണവായുവിനെ 12 ഇടങ്ങളിൽ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണങ്ങളെ 12 ഇടങ്ങളിൽ സ്തംഭിപ്പിച്ച് നിർത്തുന്നതായ പ്രക്രിയയ്ക്ക് ധാരണ എന്നിവിടെ പറഞ്ഞു. 7ാമതായിട്ട് ധ്യാനം. നമ്മളുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഇഷ്ടദേവതയുടെ രൂപത്തെ ചിന്തിക്കലാണ് ധ്യാനം എന്ന് പറഞ്ഞു. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ക്രമേണ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ് 8ാമതായി പറയുന്ന സമാധി. ഇത്തരത്തിൽ യോഗമാർഗത്തെക്കുറിച്ച് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടി ഇവിടെ പറഞ്ഞു. എന്താണ് ഈ അഷ്ടാംഗ യോഗം എന്നുള്ളത്? അപ്പോൾ അതിനുശേഷം വീണ്ടും ഇവിടെ ചോദിക്കുകയാണ് ഹിമവാൻ, ഇപ്പോൾ ഈ യോഗമാർഗമൊന്നും പിന്നെ സങ്കീർണമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയമൊന്നും എല്ലാവർക്കും ഒരുപക്ഷെ സ്വീകാര്യമാവില്ല. അപ്പോൾ അതിന് സുഗമമായൊരു മാർഗമുണ്ടല്ലോ, ഏവർക്കും സ്വീകാര്യമായൊരു മാർഗമുണ്ടല്ലോ. അതേതാണ്? ഭക്തിയോഗം. അതിനെക്കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം ഹിമവാന്റെ. സ്വിയാം ഭക്തിം വദസ്വാംബ ഏനം ജ്ഞാനം സുഖേനഹി ജായതേ മനുജസ്യാസ്യ മധ്യമസ്യാവിരാഗിണ. അല്ലയോ ജഗദംബികെ, ഭക്തിയോഗം വൈരാഗ്യരഹിതനായിട്ടുള്ള ഒരാൾക്ക്, മധ്യമാധികാരി, അതായത് എന്നെ പോലെയുള്ളവർക്ക്. ഹിമവാൻ പറയുകയാണ്, എനിക്ക് അധികമൊന്നും യോഗമാർഗമൊന്നും പറ്റില്ല, ഞാനൊരു മധ്യമാധികാരിയാണ്, ഒരു മധ്യവർത്തിയാണ്. നമ്മൾ പറയുമല്ലോ സാധാരണന്മാരാണ് എന്ന് പറയുന്നത്, അത് തന്നെ.
അപ്പൊ സാധാരണന്മാർക്ക് സുഗമമായിട്ടുള്ള ഒരു വഴി ഏതാണ്? ഭക്തിയോഗമാണല്ലോ. അപ്പൊ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, അതിൽ ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും അത്ര പ്രാപ്യമല്ലാത്തൊരുവന് ആദ്യം കടക്കാൻ പറ്റിയ, ആദ്യം പ്രവേശിക്കാൻ പറ്റിയ ഒന്നാണ് ഭക്തിയോഗം. അപ്പൊ അതിനെ മൂന്നായിട്ട് പറഞ്ഞു ഇവിടെ. ഭേദമനുസരിച്ച്, സത്വരജസ്തമോ ഗുണങ്ങളുടെ ഭേദമനുസരിച്ച് ഭക്തിയും 3 വിധത്തിലാണ്. മാത്സര്യ ക്രോധയുക്തോയ തസ്യ ഭക്തിസ്തു താമസി. മാത്സര്യത്തോടുകൂടി, കോപത്തോടുകൂടി ഒക്കെയുള്ള ഭക്തി താമസ ഭക്തിയാണ്. പരദ്രോഹത്തിന് വേണ്ടിയിട്ടാവും, മത്സരബുദ്ധി ഉണ്ടാവും, മറ്റൊരാൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണം. അങ്ങനെയാണ് മത്സരം. ഈ പല ഇടങ്ങളിലും കാണാം മത്സരിച്ച്. ഉത്സവമൊക്കെ നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ. ചില ക്ഷേത്രങ്ങളിൽ 28 ദേശം, അങ്ങനെയാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. 28 കരയിൽ നിന്നുള്ളവരാണ് നടത്തുന്നത്. അപ്പം ഇന്ന് നടത്തിയതിനേക്കാൾ നാളെ കേമാക്കണം. അപ്പം അടുത്ത ദിവസത്തെ ആൾക്കാർ എന്ത് ചെയ്യും? കുറേ വിപുലാക്കും. ഇത് മത്സരമാണ്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈശ്വരോപാസനയിൽ മത്സരത്തിനൊന്നും പ്രാധാന്യമില്ല. പക്ഷേ അത് ഭക്തിയാണ്. പക്ഷെ അത് താമസീ ഭക്തിയാണ്. ചിലപ്പോൾ പരദ്രോഹത്തിനായിട്ട് ആവും. പിന്നെ രാജസീ ഭക്തി എന്ന് പറഞ്ഞു. അതെന്താണ്? പരപീഡാതിരഹിതസ്വകല്യാണാർത്ഥമേനച്ച. അന്യനെ ദ്രോഹിക്കണമെന്നൊന്നും ഉണ്ടാവില്ല ചിന്ത. പക്ഷേ അവനവന്റെ നന്മയ്ക്ക് വേണ്ടി, സ്വന്തം ശ്രേയസ്സിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുമ്പോഴാണ് അത് രാജസീ ഭക്തി എന്ന് പറയുക. അടുത്തത് ഒന്നുകൂടി, ഒരു പടി കൂടി കടന്നിട്ടാണ് സാത്വികീ ഭക്തി. അതെങ്ങനെയുള്ളതാണ്? പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഈശ്വരാർപ്പണമായിട്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. അതെൻ്റെ പാപത്തെ നീക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിത്യവും ഈശ്വര ഉപാസന ചെയ്യണം എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നുവെങ്കിൽ സാത്വികീ ഭക്തി. ഇനി ഇതിലും ഉപരിയായിട്ടുള്ളൊരു ഭക്തിയുണ്ട്. അതിനെയാണ് പരാഭക്തി എന്ന് പറയുക. മൽഗുണശ്രവണം നിത്യം മമ നാമാനുകീർത്തനം കല്യാണഗുണരത്നാനാമാകരായാം മയി സ്ഥിരം ചേതസോവർത്തനം ചെയ്വ തൈലധാരാസമം സദാ. എന്താണ് പരാഭക്തി? ഭഗവത് ഗുണഗണങ്ങളെ, ദേവിയുടെ ഗുണഗണങ്ങളെ, ഈശ്വരകഥകളെ കേൾക്കുക, പാടുക, നാമസങ്കീർത്തനം ചെയ്യുക. അത് ഒരു തൈലധാര പോലെ എന്നാണ്. ധാര, ഇടമുറിയാത്ത പ്രക്രിയയ്ക്കാണ് ധാര എന്ന് പറയുക. അപ്പൊ ഇടതടവില്ലാതെ നമ്മളുടെ ഉള്ളിൽ ഈശ്വരചിന്ത നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെയാണ് പരാഭക്തി എന്ന് പറയുക. അങ്ങനെയുള്ളവന് പ്രത്യേകിച്ച് ഈശ്വരാരാധനയ്ക്ക് ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ് രാവിലെ കുറച്ച് സമയം ഈശ്വരോപാസന ചെയ്യണം, വൈകിട്ട് കുറച്ച് സമയം, അതിനൊക്കെ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നവരാണ്. ജപിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള സാധനകൾ ചെയ്യാൻ വേണ്ടി ഒക്കെ നമ്മൾ പ്രത്യേകം സമയം മാറ്റിവെക്കുകയോ കണ്ടെത്തുകയോ ആണ്. വാസ്തവത്തിൽ പരാഭക്തിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ടൈം ടേബിളിൻ്റെ ആവശ്യമില്ല. കാരണം നിരന്തരം ഉള്ളിൽ ഈശ്വരസ്മരണ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രേമത്തോടുകൂടി, ആലസ്യമില്ലാതെ പരമപ്രേമത്തോടുകൂടി ഈശ്വരനെ ചിന്തിക്കുന്നു. അഭേദബുദ്ധിയോടുകൂടി ആ സച്ചിദാനന്ദ സ്വരൂപിണിയായിട്ടുള്ള ജഗദംബികയെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സർവജീവജാലങ്ങളെയും, എല്ലാറ്റിലും ഈശ്വരൻ തന്നെയാണ്, ഈശ്വരചൈതന്യം തന്നെയാണ് വർത്തിക്കുന്നത് എന്ന് കാണുക. അതുകൊണ്ട് തന്നെ ആരോടും അപ്രീതിയില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും ശത്രുതയില്ല. എല്ലാറ്റിലും അഭേദഭാവമാണ്. എല്ലാറ്റിനെയും, ഒന്നിനെയും നമസ്കരിക്കാൻ മടിയൊന്നുമില്ല. നമുക്കൊക്കെ ഈശ്വരന്റെ മുന്നിൽ പോലും നമസ്കരിക്കണമെങ്കിൽ ശരീരാഭിമാനം നമ്മളെ അനുവദിക്കില്ല. താഴെ നമസ്കരിച്ചാൽ മണ്ണ് പറ്റുമോ, ചെളി പറ്റുമോ, ചെളി ഇല്ലാത്ത സ്ഥലം നോക്കിയാൽ നമ്മൾ നമസ്കരിക്കുകയുള്ളൂ. വസ്ത്രത്തിലൊക്കെ മണ്ണ് പറ്റുമോ? നമ്മളുടെയൊക്കെ നമസ്കാരം പോലും പലപ്പോഴും ഈ കാലിൻ്റെ പെരുവരലും നെറ്റിയുടെ അറ്റവും തൊടാൻ പാകത്തിനാണ്. ബാക്കി ഇങ്ങനെ റാ പോലെ നിൽക്കും, ഭൂസ്പർശമേ ഉണ്ടാവില്ല. കാരണം ഒന്നും മണ്ണ് പറ്റാതെ.
നമസ്കരിച്ചോ? നമസ്കരിച്ചു. എന്നാൽ ഭൂസ്പർശം ഉണ്ടാവാനും പാടില്ല. അപ്പൊ ശരീരാഭിമാനമില്ലാതെ, ഭേദബുദ്ധിയില്ലാതെ, ദ്രോഹബുദ്ധിയില്ലാതെ ഭക്തന്മാരെ കാണുമ്പോൾ സന്തോഷം, ഭഗവത് സ്ഥാനങ്ങൾ കാണുമ്പോൾ സന്തോഷം, ഭഗവത് കഥകളെ, അത് ദേവീ കഥയായാലും കൃഷ്ണകഥയായാലും ഏത് കഥയായാലും കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ജപം ചെയ്യുക. ഭക്തി കൊണ്ട് ക്രമേണ എന്താവുന്നു? മയി പ്രേമാകുലമതി രോമാഞ്ചിത ധനുസ്സത പ്രേമാശ്രുജലപൂർണാക്ഷ കണ്ഠഗദ്ഗത നിസ്വന. ഭക്തിയുടെ ചില ഭാവമാറ്റമാണ് പറയുന്നത്. അതിങ്ങനെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങുമല്ലോ, ലക്ഷണങ്ങൾ മാറാൻ തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞത്. ഭക്തി വർദ്ധിച്ചു കഴിയുമ്പോൾ ക്രമേണ കണ്ണിൽ കൂടിയിട്ട് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങും എന്നാണ്. കണ്ണുനീരിനിപ്പോൾ നമുക്കും ക്ഷാമമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കരയാം. അതിങ്ങനെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കണ്ണുനീര് ഈ മൂക്കിൻ്റെ ചേർന്നിട്ടാണ് വരിക. കണ്ണിൻ്റെ ഈ രണ്ട് ഭാഗം മൂക്കിനോട് ചേർന്ന ഭാഗത്തു കൂടി ഒഴുകുന്നതാണ്. അതിന് ഉപ്പ് രസമായിരിക്കും. നക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ശരിക്കും ആനന്ദ കണ്ണുനീരിന് മധുരമാണ്. അത് കണ്ണിൻ്റെ കവിളിനോട് ചേർന്ന ഭാഗത്തു കൂടി ഒഴുകുമ്പോഴാണ് ആനന്ദ കണ്ണുനീര്. അതിന് മധുര രസമാണ്. അപ്പൊ ഇനി കരയുമ്പോൾ നോക്കിയാൽ മതി, ഉപ്പാണോ മധുരാണോ. ഉപ്പാണെങ്കിൽ അത് സങ്കടം കൊണ്ടാണ്, മധുരമാണെങ്കിൽ അത് ആനന്ദം കൊണ്ടാണ്. അനന്യേനൈവ ഭാവേന പൂജയന്ത്യോ നഗാധിപ മാം ഈശ്വരിം ജഗദ്യോനിം സർവകാരണ കാരണം. ഇപ്രകാരം ഇപ്പൊ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. നിത്യമായിട്ടുള്ള വ്രതങ്ങളുണ്ട്, നൈമിത്തികമായ വ്രതങ്ങളുണ്ട്. ഏകാദശിയൊക്കെ എന്നും വേണ്ടതാണ്. ഏകാദശി വ്രതം എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കാവുന്നതാണ്. ഷഷ്ഠി വ്രതം, നവമി, നവരാത്രി വ്രതം, അഷ്ടമി വ്രതം, അതുപോലെ തന്നെ ശിവരാത്രി. പിന്നെ ചില ഇപ്പോൾ വാർഷികമായിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരണതാണ് ശിവരാത്രി, ജന്മാഷ്ടമി. കാരണം അത് വർഷത്തിൽ ഒരു പ്രാവശ്യമേ വരണുള്ളൂ. പിന്നെ അതുകൂടാതെ ചില കാമ്യമായിട്ടുള്ള വ്രതങ്ങളുണ്ട്. ഇതിനൊന്നും വിത്തശാഠ്യമില്ലാതെ, വിത്തശാഠ്യ വിവർജിത, ഒന്നിനും വിത്തശാഠ്യമില്ലാതെ നമ്മൾ അതിനെ അനുഷ്ഠിക്കുക, ചെയ്യുക എന്നാണ്. ഇനി പ്രാരബ്ധേന യഥായശ്ച ക്രിയതേ തത്തഥാ ഭവേത് നമേ ചിന്താസി തത്രാപി ദേഹ സംരക്ഷണാദിഷു. എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങൾ എങ്ങനെ ആയിക്കൊള്ളട്ടെ. നമ്മൾ പ്രാരബ്ധം എന്ന് പറയുമല്ലോ. എന്ത് വന്നു ചേർന്നാലും എനിക്ക് അതിനെക്കുറിച്ചിട്ട് വേവലാതികളൊന്നുമില്ല. എന്താണോ വരാനുള്ളത് അത് വരട്ടെ. അങ്ങനെ ഉള്ള ഒരു മനോഭാവമായിരിക്കും ഉത്തമ ഭക്തന് എന്ന് പറഞ്ഞു. ഈ പരാഭക്തി ആർക്കാണോ ഉണ്ടാവുന്നത് അവരിൽ മായ അധികം പ്രവർത്തിക്കില്ല. ഭക്തിയുടെ പരമമായ അവസ്ഥയ്ക്കാണ് ജ്ഞാനം എന്ന് പറയുക. അങ്ങനെ പരമമായ ഭക്തിയിൽ എത്തിയ ഒരുവന് ജ്ഞാനവൈരാഗ്യങ്ങൾ തനിയെ പ്രവർത്തിച്ചു കൊള്ളുന്നു. ഇത്തരത്തിൽ മുക്തിക്ക് സഹായകമായിട്ടുള്ള ആ ഒരു എളുപ്പമായ മാർഗത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഭഗവാൻ ചോദിക്കുകയാണ്, കതി സ്ഥാനാനി ദേവേശി വ്രതാന്യപി തഥായാനി തുഷ്ടിതാന്യ ഉത്സവാ അപി. വ്രതങ്ങൾ, ഉത്സവങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നാലും. അപ്പം നമ്മൾ ഇതിനു മുൻപ് ദേവീപീഠത്തെക്കുറിച്ച് കേട്ടതാണ്. ഇവിടെയും അതേപോലെ ദേവീ സ്ഥാനങ്ങളെക്കുറിച്ച് ഹിമവാന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കോലാപുരം, അവിടെ ലക്ഷ്മി ആണ് കോലാപുരം എന്നാണ്. മഹാരാഷ്ട്രത്തിൽ ഇന്നും ആ പ്രസിദ്ധമായ സ്ഥലമുണ്ട്. ഇന്നത് കോലാപൂർ എന്നാണ് അറിയപ്പെടുക. കോലാപുരം എന്നാണ് പുരാണത്തിൽ പറയുക. ലക്ഷ്മിയുടെ സാന്നിധ്യം, ലക്ഷ്മിയായിട്ടാണ്. അടുത്തത് മാതൃകാപുരമാണ്, മാതൃപുരം. അവിടെ രേണുകാദേവിയായിട്ടാണ് ദേവി. അതുപോലെ തുലജാപുരം, സപ്തശൃംഗം, അവിടെ ഹിങ്കുളാദേവിയായിട്ടും ജ്വാലാമുഖിയായിട്ടും. അടുത്തത് ശാകംഭരി ദേവിയുടെ സ്ഥാനം. മറ്റൊന്ന് ഭ്രാമരി ദേവിയുടെ പീഠം. രക്തദന്തിക, ദുർഗ, വിന്ധ്യനിവാസിനി, അന്നപൂർണ. കാഞ്ചീപുരം, അവിടെ അന്നപൂർണയായിട്ടാണ്.
അന്നപൂർണയായിട്ട് കാശിയിലുണ്ട്, കാഞ്ചീപുരത്തിൽ കാമാക്ഷിയായിട്ടാണ് ദേവി. കൗശികി, അതുപോലെ തന്നെ ജാംബൂനദേശ്വരി, ഗുഹ്യകാളി, ഇങ്ങനെയുള്ള ഓരോ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ വ്രതങ്ങൾ ഏതൊക്കെയാണ്? വ്രതം അനന്തതൃതീയാഖ്യം രസകല്യാണിനീ വ്രതം ആർദ്രാനന്ദകരം നാമന തൃതീയായ വ്രതം ചെയ്യൽ. അനന്തതൃതീയ എന്നൊരു വ്രതം. പിന്നെ വെള്ളിയാഴ്ച ദിവസം ശുക്രവാര വ്രതം. വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ശുക്രവാര വ്രതം. ചതുർദശി തിഥിയിൽ അനുഷ്ഠിക്കുന്ന വ്രതമുണ്ട്, കൃഷ്ണ ചതുർദശി വ്രതം. ഭൗമവാര വ്രതം, ഇപ്പൊ ഭദ്രകാളി പ്രീതിക്കായിട്ടോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ടോ ഒക്കെ നമ്മൾ ഭൗമവാരം ചൊവ്വാഴ്ച ദിവസമാണ് പ്രാധാന്യം. അന്ന് വ്രതം അനുഷ്ഠിക്കുക. പ്രദോഷം എന്നുള്ളത് ത്രയോദശി എന്ന തിഥി സന്ധ്യാസമയത്ത് വരുമ്പോഴാണ് പ്രദോഷം എന്ന് കണക്കാക്കുക. അപ്പോൾ പ്രദോഷവ്രതം എന്നാണ്. ശൈവവ്രതങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ദേവീവ്രതങ്ങളിലും ശിവ ആരാധനയിലും പ്രാധാന്യമുണ്ട് പ്രദോഷത്തിന്. അപ്പോൾ അന്നത്തെ ദിവസം പകല് പൂർണ്ണമായിട്ടും നിരാഹാരം, ജലപാനം പോലും ചെയ്യരുത്, ഉമിനീര് പോലും ഇറക്കരുതെന്നാണ്. പ്രദോഷവ്രതത്തിന് അത്രയും സങ്കീർണതയുണ്ടെന്നാണ് പറയുക. ശിവപുരാണത്തിലൊരു കഥയൊക്കെ പറയും പ്രദോഷവ്രത മാഹാത്മ്യത്തെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ പ്രദോഷവ്രതം അനുഷ്ഠിക്കുക. പ്രദോഷത്തിന്റെ അന്ന് അപരാഹ്നത്തില് ദേവി പൂജ ചെയ്ത് അന്ന് പകല് മുഴുവനും ഉപവാസമായിട്ടിരുന്നിട്ട് വേണം പ്രദോഷ സന്ധ്യാസമയത്ത് ശിവനെ പൂജിക്കുക, ദേവിയെ പൂജിക്കുക. അതേപോലെ തന്നെയാണ് സോമവാര വ്രതം. വളരെ പ്രാധാന്യമുള്ളതാണ് സോമവാര വ്രതം. കന്യകമാരൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. അതും ദേവീപ്രീതികരവുമാണ് ശിവപ്രീതികരവുമാണ്. നവരാത്രി വ്രതം ശരത്കാലത്തിലും വസന്തകാലത്തിലുമുള്ള 2 നവരാത്രിയിലും വ്രതങ്ങളെ അനുഷ്ഠിക്കുക. അപ്പൊ ഈ വ്രതങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഒന്ന് നമ്മളുടെ മനസ്സ് ശുദ്ധാവണം, ഒപ്പം തന്നെ ഈശ്വരപ്രീതിക്ക് കൂടിയിട്ടാണ്. ഇത്തരത്തിൽ പൂജ ചെയ്യുമ്പോഴും വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ദേവീഗീത. അപ്പം ഇനി പൂജാവിധികളെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ അതൊക്കെയാണ് പറയേണ്ടത്. അപ്പം നമ്മളിവിടെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ദേവീഗീതയാണ്. ദേവീ ഭാഗവതം 7ാം സ്കന്ധത്തിൻ്റെ ഒടുവിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നിട്ടുള്ളൊരു ഉപദേശമാണ് ദേവീഗീത. അതാണ് തുടരുന്നത്. ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ.